എനിക്കിവിടെ ഏറ്റവും വെറുപ്പുള്ള ആൾക്കാരില് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് ജാസ്മിൻ. പക്ഷെ എനിക്ക് അത്രയും റിഗ്രറ്റ് തോന്നിയിട്ടാണ് ഞാൻ അവളോട് സോറി ചോദിച്ചത്. പക്ഷെ ഒരു തവണ പണിഷ് ചെയ്ത ആൾക്ക് വീണ്ടും ശിക്ഷ കൊടുക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ റസ്മിനെ? ഒരിക്കലുമില്ല നോറ. വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇവിടെ ഫിസിക്കൽ ടാസ്കുകളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ജിൻഡോ ചേട്ടൻ. പുള്ളി ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലാപ്പ് അടിച്ചിട്ടുണ്ട്, പോയി ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ എനിക്ക് അയാളോടുള്ള പ്രശ്നം കഴിഞ്ഞു. അത്രേ ഉള്ളൂ ആ ഒരു പ്രശ്നം. ഇപ്പോൾ ലൈവില് നോറയും റസ്മിനും കൂടി പവർ റൂമിൽ ഇരുന്ന് സംസാരിച്ച ചെറിയ ചില കാര്യങ്ങളാണ്. ജയിൽ നോമിനേഷന്റെ സമയത്ത് പവർ ടീം ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ റസ്മിൻ ജിൻഡോയെ വിടാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിൻഡോയുടെ പേര് പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നോറയും അൻസിബയും അഭിഷേകം ചേർന്നിട്ടാണ് റസ്മിനെ നിരുത്സാഹപ്പെടുത്തിയത്. ജിൻഡോ നല്ലപോലെ കളിച്ചു എന്ന് പറഞ്ഞിട്ട് നോറ രാവിലെ തുടങ്ങി ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പൊ നോറ ആലോചിച്ച് നോക്കിയപ്പോ എന്താണ്, നെഗറ്റീവ് അടിക്കും, ജിൻഡോ ചേട്ടൻ നല്ലപോലെ കളിച്ചു, ജിൻഡോ ചേട്ടനെ വിട്ടാൽ നെഗറ്റീവ് അടിക്കും. ആ ഒരു കൺക്ലൂഷനിലേക്ക് നോറ എത്തി. അതുകൊണ്ടാണ് ഇപ്പൊ റസ്മിനോട് ഇങ്ങനെ സംസാരിച്ചത്. റസ്മിൻ ജിൻഡോയുടെ പേര് പറഞ്ഞപ്പോ നിരുത്സാഹപ്പെടുത്തിയതും അതുകൊണ്ടാണ്. ഞാൻ ഓർക്കുകയും ചെയ്തു നോറ എന്തുകൊണ്ടാണ് നിരുത്സാഹപ്പെടുത്തിയത്. ഇപ്പൊ കൺക്ലൂഡ് ആയി അത്. പിന്നെ ജാസ്മിന്റെ പേര് പിച്ച് ചെയ്തത് അൻസിബയാണ്. ജാസ്മിനെ വിടാമെന്ന് പറഞ്ഞത് അൻസിബയാണ്. റസ്മിൻ ഇതിനെ ഏറ്റുപിടിക്കുകയായിരുന്നു. പിന്നീട് അതിലും നോറയ്ക്ക് വിയോജിപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അൻസിബയോട് റസ്മിനോട് നോറയ്ക്ക് വിയോജിപ്പുണ്ട്. ജാസ്മിനെ ഒരു തവണ പണിഷ് ചെയ്തതാണ്, വീണ്ടും പണിഷ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് നോറയുടെ അഭിപ്രായം. വീണ്ടും റസ്മിനുമായിട്ടുള്ള ഫൈറ്റില് തെറ്റ് പൂർണ്ണമായിട്ടും റസ്മിന്റെ ഭാഗത്താണ്. അപ്പൊ നോറ ആലോചിച്ച് നോക്കിയപ്പോ പവർ ടീമിന്റെ നോമിനേഷനും ഡിസ്കഷനും പിന്നെ പിച്ച് ചെയ്ത പേരുകളും എല്ലാം വളരെ അൺഫെയർ ആണ്. നല്ല കുറ്റബോധവും ഉണ്ട് നോറയ്ക്ക്. അതാണ് ഈ ഒരു സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.